ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 അമേരിക്കൻ ഫാന്റസി ഡ്രാമയായി റിലീസായ മെലിഫിഷന്റ് എന്ന അടിപൊളി ത്രില്ലർ സിനിമയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമ്മുടെ ചാനൽ മൂവിഡോസ്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വർഷങ്ങൾക്ക് മുൻപ് തമ്മിൽ ഒത്തൊരുമയില്ലാത്ത രണ്ടിനത്തിൽപ്പെട്ടവർ രണ്ട് പ്രദേശങ്ങളിലായി ജീവിച്ചിരുന്നു. ഇവർ ഒത്തൊരുമിക്കണമെങ്കിൽ മികച്ച ഹീറോ അല്ലെങ്കിൽ ദുഷ്ടനായ ഒരു വില്ലൻ ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലെ ഒരു നാട്ടിൽ മനുഷ്യ ഇനത്തിൽപ്പെട്ടവരാണ് രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം മറുനാട്ടിൽ ജീവിച്ചിരുന്നവരുടെ ഭംഗിയും ബലവും കണ്ട് അസൂയപ്പെട്ടിരുന്നു. ആ മറുനാട് മോസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ ഒരുപാട് ദേവതകളും വ്യത്യസ്തമായ ജീവജാലങ്ങളുമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ഭംഗിയുള്ള മരത്തിന്റെ ചില്ലയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നു. ഇവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ഒരു ദേവതയാണ്. അവളുടെ കയ്യിൽ ഒരുപാട് മന്ത്രഗുണങ്ങളുണ്ട്. ഇവളുടെ പേരാണ് മെലിഫിഷന്റ്. മോഴ്സിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഇവളെ വളരെ ഇഷ്ടമാണ്. അവിടെ ഒരു 3 കുട്ടി ദേവതകളുണ്ട്. ഇവരാണ് അവിടെ പൂവിടരാനും ചെടികൾ വളരാനും എല്ലാം സഹായിക്കുന്നത്. മൂവരും ഒരുമിച്ചാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ വരാറുണ്ട്. എന്നിരുന്നാലും അവര് തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. ഇവർ നമ്മുടെ കാട്ടിൽ മനുഷ്യൻ കാലെടുത്തു വെച്ചു എന്തോ മോഷ്ടിക്കാനായി വന്നിരിക്കുന്നു എന്ന് മെലിഫിഷന്റിനോട് പറയുന്നു. മെലിഫിഷന്റ് അത് തേടി വേഗത്തിൽ പോകുന്നു. ഇവര് മൂവരും പേടിച്ച് അയ്യോ, മനുഷ്യനുമായി യുദ്ധം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നു. മെലിഫിഷന്റ് അവിടെ പോയി നീ വെളിയിൽ വാ, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെയെല്ലാം കണ്ടാൽ ഭയമാകുന്നു എന്ന് പറയുന്നു. അവരെയൊന്നും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല, മോഷ്ടിക്കുന്നത് തെറ്റായ കാര്യമാണ്, നീ വെളിയിൽ വാ എന്ന് പറയുമ്പോൾ ഒരു പയ്യൻ ചെടിക്കകത്തു നിന്നും വെളിയിൽ വരുന്നു. ആദ്യമായി അവൾ മനുഷ്യനെ കാണുന്നത് കൊണ്ട് നീ മുഴുവനായും വളർന്നവനാണോ? ഇല്ല, ഞാനൊരു ചെറിയ പയ്യനാണ് എന്ന് പറയുന്നു. അവന്റെ പേര് സ്റ്റീഫൻ. ആദ്യം നീ മോഷ്ടിച്ചത് തരാനായി അവിടെ നിന്ന് മരം പറയുമ്പോൾ മോഷ്ടിച്ചത് മെലിഫിഷന്റെ കയ്യിൽ കൊടുക്കുന്നു. അതൊരു ജ്വല്ല്. അത് അവൾ അവിടെ തന്നെ പുഴയിൽ കളയുന്നു. രണ്ടാളും അങ്ങനെ സംസാരിച്ച് ആ കാടിന് വെളിയിൽ വരുന്നു. സ്റ്റീഫൻ, ഒരു ദിവസം ഞാൻ ആ കൊട്ടാരത്തിനകത്ത് ജീവിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്? എന്റെ അച്ഛനും അമ്മയും മരിച്ചു, ഞാനൊരു സാധാരണ കുടിലിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ എനിക്കും അച്ഛനമ്മയും ഇല്ല, ശരി ഞാൻ പോകുന്നു. അപ്പോൾ ഹീറോയിനി ഇനി നീ ഇവിടെ ഇങ്ങോട്ട് വരരുത് എന്ന് പറയുമ്പോൾ എനിക്കെന്തെങ്കിലും ആപത്തുണ്ടായാൽ നീ എന്നെ രക്ഷിക്കില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് നോക്കാം എന്ന് പറയുന്നു. രണ്ടാളും കൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഷോക്ക് അടിച്ചതുപോലെ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ നിന്റെ കയ്യിൽ ഇരുമ്പ് മോതിരം ഇട്ടിരിക്കുന്നു, ഇരുമ്പ് മോതിരം ദേവതകളെ ചുട്ടരിക്കും. ആ നിമിഷം തന്നെ സ്റ്റീഫൻ കയ്യിലുണ്ടായിരുന്ന മോതിരത്തെ അഴിച്ചു കളഞ്ഞ് നിന്റെ ചിറകുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. തനിക്ക് ചെറുതായി വേദനിച്ചതും മോതിരം അഴിച്ചു കളഞ്ഞല്ലോ എന്നോർത്ത് അവൾക്ക് അവനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു. ഇനി അവൻ എപ്പോ വരും എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് അവൻ വീണ്ടും വരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് നാളുകൾ അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നത്. പിന്നീട് അവര് തമ്മിൽ പ്രേമത്തിലാകുന്നു. അവളുടെ 16ാമത്തെ വയസ്സിൽ നിനക്കൊരു ഗിഫ്റ്റ് തരാം എന്ന് പറഞ്ഞ് സ്റ്റീഫൻ അവളെ കിസ് ചെയ്യുന്നു. ഇതാണ് ട്രൂ ലവ് കിസ് എന്നും പറയുന്നു. പിന്നീട് അതിനുശേഷമുള്ള നാളുകൾ സ്റ്റീഫൻ ആ കാട്ടിലേക്ക് വന്നതേയില്ല. മെലിഫിഷന്റും ഒരുപാട് വളർന്നു. ആ കാട്ടിലെ മികച്ച സ്ട്രോങ് ദേവതയായി ആ മോസ് കാട് തന്നെ അവളുടെ സംരക്ഷണത്തിലാണ്. മെലിഫിഷന്റ് എപ്പോഴും തനിമയിലാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും എപ്പോഴെങ്കിലും സ്റ്റീഫൻ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിലാണ് അവൾ. മോഴ്സ് നാടിന്റെ ബലത്തെ മനസ്സിലാക്കിയ മനുഷ്യനത്തിൽപ്പെട്ട രാജാവ് ഇവർക്ക് നേരെ യുദ്ധത്തിനായി പടയും കൂട്ടിവരുന്നു. മെലിഫിഷന്റ് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞലരുമ്പോൾ ഞാനൊരു രാജാവ്, എന്നെ നീ എതിർക്കുന്നു, ഇവളെ കൊല്ല് എന്ന് പറയുമ്പോൾ എല്ലാവരും അവളെ നോക്കി വരുന്നു. എന്നാൽ അവിടെ വ്യത്യസ്തമായ ഒരുപാട് ജീവ ഇനങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്ത് യുദ്ധം ചെയ്യുന്നു. ഇത് കണ്ട് മനുഷ്യ ഇനങ്ങൾ പേടിച്ചു ഭയന്നോടുന്നു. ആ യുദ്ധത്തിൽ മെലിഫിഷന്റ് വിജയിക്കുന്നു. ഇവിടെ രാജാവിന് സുഖമില്ലാതെ കിടപ്പിലായി. സ്റ്റീഫൻ കൊട്ടാരത്തിലെ ചെറിയ പണികൾ ചെയ്ത് അവിടെയാണ് ജീവിക്കുന്നത്. ആ സമയം രാജാവ് അവിടെയുള്ള പടയാളികളെ മറ്റുള്ളവരെയും വിളിച്ച് മോഴ്സ് നാട്ടിലെ ചിറകുള്ള ദേവതയെ ആര് കൊന്നിട്ട് വരുന്നു അവരാണ് അടുത്ത രാജാവ്. മാത്രമല്ല എന്റെ മകളെ അവർക്ക് വിവാഹവും ചെയ്തു കൊടുക്കും എന്ന് രാജാവ് പറഞ്ഞത് കേട്ടതും സ്റ്റീഫൻ മോഴ്സ് നാട്ടിലേക്ക് പോയി മെലിഫിഷന്റിനെ കാണുന്നു. കുറെ നാൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് അവൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നു. മനുഷ്യ ഇനത്തിലെ രാജാവ് നിന്നെ കൊല്ലാനായി ഉത്തരവിട്ടിരിക്കുകയാണ്, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് സ്റ്റീഫൻ പറയുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് അവർ ഒരുപാട് സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സ്റ്റീഫൻ അവൾക്ക് കുടിക്കാനായി എന്തോ കൊടുത്തതും അത് കുടിച്ചതും മെലിഫിഷന്റ് അപ്പോൾ തന്നെ മഴങ്ങി വീഴുന്നു. അവളെ കൊല്ലാനായി സ്റ്റീഫൻ കത്തിയെടുത്തു. അടുത്തേക്ക് പോകുമ്പോൾ എന്തോ കാരണത്താൽ കഴിയുന്നില്ല. അവളുടെ ചിറകുകൾ
ചിറകുകളെ മാത്രം മുറിച്ചെടുത്ത് അവിടെ നിന്നും പോകുന്നു. മയക്കത്തിൽ നിന്ന് എണീറ്റ മെലിഫിഷ്യന്റ് ചിറകുകൾ മുറിഞ്ഞതിനാൽ ഒരുപാട് വേദന അനുഭവപ്പെടുന്നു. എന്നാൽ ചിറകുകൾ നഷ്ടമായ വേദനയേക്കാൾ താൻ വിശ്വസിച്ചിരുന്നയാൾ തന്നെ ചതിച്ച മനദുഃഖത്തിൽ അലറി കരയുന്നു. അവിടെ സ്റ്റീഫൻ ആ ചിറകുകൾ രാജാവിന്റെ കാൽക്കൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവളെ പഴിവാങ്ങി എന്ന് പറയുന്നു. ഇവിടെ മെലിഫിഷ്യന്റിന് വേദന കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല. അവൾക്ക് അടുത്തുള്ള ചെറിയൊരു കമ്പെടുത്ത് മന്ത്രം ഉപയോഗിച്ച് ചെറിയ കമ്പിനെ വലിയ കമ്പാക്കി മാറ്റി വാക്കിംഗ് സ്റ്റിക്കായി മാറ്റി ഇടിഞ്ഞൊരു കൊട്ടാരം അവിടെ തനിച്ചിരുന്ന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു കാക്ക പറന്നു വന്ന് ഈ കാക്കിക്ക് പോലും പറക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് പറക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിക്കുമ്പോൾ അടുത്ത ദിവസം ആ കാക്കിയെ ഒരു വേട്ടക്കാരൻ കൊല്ലാനായി ശ്രമിക്കുമ്പോൾ ഇവൾ മന്ത്രം ഉപയോഗിച്ച് ആ കാക്ക ഒരു മനുഷ്യനായി മാറട്ടെ എന്ന് പറയുമ്പോൾ കാക്ക കുറച്ചായി മനുഷ്യനായി മാറാൻ തുടങ്ങി. നല്ല ഭംഗിയുള്ള കാക്കയായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ മാറ്റിയത്? ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ പേര് ഡൈവാൾ. ക്ഷമിക്കണം, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അടിമയാണ്. ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. നീ എന്റെ ചിറകുകളായിരിക്കണം എന്ന് മെലിഫിഷ്യന്റ് പറയുന്നു. വീണ്ടും ഡൈവാൾ കാക്കയായി മാറി സ്റ്റീഫന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ സ്റ്റീഫനെ രാജാവായി നിയമിക്കുന്നത് കണ്ട് ഡൈവാൾ മെലിഫിഷ്യന്റിനോട് പറയുമ്പോൾ അവനെ രാജാവാകാൻ വേണ്ടിയാണ് എന്റെ ചിറകുകൾ മുറിച്ചത് എന്ന് പറഞ്ഞ് അലറുന്നു. അവളുടെ ആ മന്ത്രശക്തി അവിടം തന്നെ രണ്ടായി പിളർക്കുന്നു. ഇത് കണ്ട് സ്റ്റീഫൻ ഒത്തിരി ഭയപ്പെടുന്നു. മെലിഫിഷ്യന്റ് ദേഷ്യത്തിൽ കാട്ടിലേക്ക് വരുന്നത് അവിടെയുള്ള മറ്റു ചെടികളെയും അതിന്റെ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുത്തുന്നു. അവിടെ മുഴുവനും ഇരുൾ മൂടിയതുപോലെയാകുന്നു. എല്ലാവരോടും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന മെലിഫിഷ്യന്റ് ഇപ്പോൾ സ്വയം ഒരു റാണിയെ പോലെ ഇരുന്ന് ദേഷ്യത്തിൽ പെരുമാറുന്നു. എല്ലാവരും ഇത് കണ്ട് ഭയക്കുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് കൊട്ടാരം ആകെ വളരെ സന്തോഷത്തിൽ. ഇത് ഡൈവാൾ കണ്ട നേരെ മെലിഫിഷ്യന്റിനോട് പറയുന്നു. കിങ് സ്റ്റീഫന് ഒരു കുട്ടി പ്രസവിക്കാൻ പോകുന്നു. അതിന്റെ ആഘോഷത്തിലാണ് എല്ലാവരും. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് പ്രസവിക്കുന്നു. അവൾക്ക് അരോര എന്ന് പേരിടുന്നു. ആ കൊട്ടാരത്തിലേക്ക് ആ 3 ദേവതകൾ വരുന്നു. അവരാരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികൾ എന്നാൽ വളരെ ഇഷ്ടം. രാജാവിന്റെ കുട്ടിയെ വിഷറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് റെഡ് കളർ ദേവത നിനക്ക് അളവില്ലാത്ത ഭംഗി ഉണ്ടാവട്ടെ എന്നും ബ്ലൂ കളർ ദേവത നീ എപ്പോഴും സന്തോഷവതിയായി ഇരിക്കണമെന്നും പറയുന്നു. ഗ്രീൻ കളർ ദേവത അവളുടെ വിഷ് പറയാനായി പോകുമ്പോഴേക്കും അവിടെ വലിയ കാറ്റ് വീശുന്നു. മെലിഫിഷ്യന്റ് അവിടേക്ക് വരുന്നു. എല്ലാവരും ഭയപ്പെടുന്നു. ആരും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കുട്ടിക്ക് ഗിഫ്റ്റ് നൽകാൻ വന്നതാണ്. ആ 3 ദേവതകളും തടുക്കാനായി വന്നാൽ അവരെ തള്ളി ഒരു പെട്ടിയിൽ അടയ്ക്കുന്നു. കുട്ടിക്ക് അടുത്തുപോയി ഈ കുഞ്ഞ് ജീവിതം മുഴുവൻ നല്ല ഭംഗിയോടെയും എല്ലാവരുടെ ആഗ്രഹങ്ങൾക്കിണങ്ങിയും ജീവിക്കും എന്ന് പറയുമ്പോൾ മഹാറാണി നല്ലൊരു ഗിഫ്റ്റ് ആണ് എന്ന് പറയുന്നു. സ്റ്റീഫൻ ഭയപ്പെടുന്നു. അവിടെ അടുത്തുള്ള ഒരു സ്പിന്നിംഗ് വീൽ നോക്കി അവളുടെ ഗിഫ്റ്റിനെ പച്ച കളർ മന്ത്രമാക്കി മാറ്റി. എന്നാൽ ഇവളുടെ 16ാമത്തെ വയസ്സ് കഴിഞ്ഞ് സൂര്യൻ മറയുന്നതിനുള്ളിൽ ഇവൾ ആ സ്പിന്നിംഗ് വീലിൽ കൈവച്ച് പിന്നീട് ജീവിതം മുഴുവൻ ഉറങ്ങിപ്പോകും എന്ന് ശപിക്കുമ്പോൾ രാജാവ് വേണ്ട പറഞ്ഞു കെഞ്ചുന്നു. ഒരു ട്രൂ ലവ് കിസ് മൂലം മാത്രമേ അവളെ ഉണർത്താൻ കഴിയുകയുള്ളൂ. ലോകത്തിലെ വേറെ ഏത് ശക്തിക്കും അവളെ ഉണർത്താൻ കഴിയില്ല എന്ന് ശപിച്ച് മെലിഫിഷ്യന്റ് അവിടെ നിന്നും പോകുന്നു. പേടി തോന്നിയ സ്റ്റീഫൻ നാട്ടിലുള്ള എല്ലാ സ്പിന്നിംഗ് വീലുകളും കൊണ്ടുവന്ന് കത്തിച്ച് ഒരു ഗുഹയ്ക്കുള്ളിൽ അടച്ചിടുന്നു. പിന്നീട് ഈ 3 ഫാരിസ് ദേവതകളെ വിളിച്ച് എന്റെ കുട്ടിയെ നന്നായി വളർത്തി 16ാമത്തെ വയസ്സിന് ശേഷം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നു. സ്റ്റീഫൻ കൊട്ടാരത്തിനകത്ത് മറഞ്ഞിരുന്നു തന്നെ തന്റെ മറ്റു പടയാളികളെ മെലിഫിഷ്യനെ കൊന്നിട്ട് വരാനായി യുദ്ധത്തിന് അയക്കുന്നു. മെലിഫിഷ്യൻ കാട്ടിൽ ആരും വരാത്ത പോലെ തന്റെ മന്ത്രം ഉപയോഗിച്ച് ഒരു സ്ട്രോങ് ആയ മാജിക്കൽ വേലി കെട്ടുന്നു. പാരിസ് 3 പേരും കാട്ടിലുള്ള ചെറിയ വീടിനകത്ത് ആ കുട്ടിയെ കൊണ്ടുവരുന്നു. നമ്മൾ 3 പേര് ചേർന്നിട്ട് ഈ കുട്ടിയെ തൂക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരവരുടെ മാജിക് ഉപയോഗിച്ച് വലിയ ആന്റിമാരായി മാറുന്നു. ഈ കുട്ടിയെ വളർത്തി കഴിയുന്നത് വരെ നമ്മൾ 3 പേരും ഫാരിസ് ആയിരിക്കാനോ പറക്കാനോ പാടില്ല, മാജിക്കുകൾ ഉപയോഗിക്കാനും പാടില്ല എന്ന് പറയുന്നു. ഈ കുട്ടിയെ കൊണ്ടുവന്ന വീട് എല്ലാം ഡൈവാൾ മെലിഫിഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കുന്നു. മെലിഫിഷ്യൻ കുട്ടിയെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ആ കുഞ്ഞ് കണ്ട് ചിരിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഈ കുട്ടിയെ വളർത്താൻ ഇവർ 3 പേർക്കും അറിയുന്നില്ല. ഒരാൾ കുട്ടിക്ക് വിശക്കുന്നു തോന്നുന്നു എന്ന് പറയുമ്പോൾ അടുത്തയാൾ ക്യാരറ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ഡൈവാളിന് തന്നെ കലിപ്പാകുന്നു. വിശപ്പ് കാരണം രാത്രിയെല്ലാം ഒരേ കരച്ചിൽ. മെലിഫിഷ്യന്റിനും ദേഷ്യം വരുന്നു. പാല് വരുന്നത് പോലെയുള്ള ഒരു പൂവ് എടുത്തിട്ട് വന്ന് ഡൈവാൾ കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്ത് തൊട്ടിലും മാട്ടിവിടുന്നു. അടുത്ത ദിവസം രാവിലെ വീട്ടിനകത്ത് തന്നെ മഴ പെയ്യിപ്പിച്ച് 3 വെറുപ്പിച്ച് വെളിയിൽ ചിരിച്ചുകൊണ്ട് മെലിഫിഷ്യൻ
മന്ത്രങ്ങൾ ചെയ്യുന്നു. ഓരോ ദിവസങ്ങൾ പോകെ പോകെ സ്റ്റീഫൻ ഭയന്ന് തീ ഉപയോഗിച്ച് ആളുകളെ യുദ്ധത്തിന് അയക്കുന്നു. എന്നാൽ മെലിഫിഷന്റിനെ എതിർത്ത് ആർക്കും ജയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ രാജാവിനോട് പറയെ ഈ ലോകത്ത് ജയിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ദേഷ്യപ്പെടുമ്പോഴാണ് പെട്ടെന്ന് ഇരുമ്പ് മെലിഫിഷനെ ഇല്ലാതാക്കും എന്ന ഓർമ്മ വരുന്നത്. ഇങ്ങനെ കുറെ നാളുകൾ കഴിയുന്നു. മെലിഫിഷന്റ് അവളുടെ മന്ത്രം ഉപയോഗിച്ച് ആ 3 പേരെയും തമ്മിൽ അടിപിടി ഉണ്ടാക്കുന്നു. ആ സമയം അരോര പൂമ്പാറ്റയ്ക്കൊപ്പം കളിച്ച് പിന്നിലേ ഓടുന്നു. പെട്ടെന്ന് മലയ്ക്ക് താഴെ വീഴാനായി പോകുമ്പോൾ ഡൈവാൾ ഇത് കണ്ട് ഭയന്നെങ്കിലും മെലിഫിഷന്റ് മന്ത്രം ഉപയോഗിച്ച് അവളെ രക്ഷിക്കുന്നു. ഇവൾ നല്ലവളാണോ കെട്ടവളാണോ എന്ന് ഡൈവാൾ തന്നെ അതിശയത്തിൽ നോക്കുന്നു. അരോര കുറച്ച് വളർന്നതിന് ശേഷം മെലിഫിഷന്റെ അടുത്തു ചെന്ന് എന്നെ എടുക്ക് എന്ന് പറയുന്നു. എനിക്ക് കുട്ടികൾ എന്നാൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അവളെ എടുക്കുന്നു. ഒരു ഭയവുമില്ലാതെ മെലിഫിഷന്റെ കൊമ്പ് ഡ്രസ്സിനെയെല്ലാം തൊട്ടു നോക്കി സന്തോഷപ്പെടുന്നു. കുറച്ചുകൂടെ വളർന്നതിന് ശേഷം ഡൈവാൾക്കൊപ്പം കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. കുറെ നാളുകൾ കഴിഞ്ഞ് വളർന്ന് വലിയ പെൺകുട്ടിയായി മറ്റു ജീവജാലങ്ങളോടൊപ്പം വളരെ സ്നേഹത്തിൽ പെരുമാറുന്നു. അവിടെയുള്ള ആ വേലിയും അവൾ ശ്രദ്ധിക്കുന്നു. മെലിഫിഷന്റ് എപ്പോഴും അവളുടെ വളർച്ചയെ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഒരു നാൾ അരോര വേലി കടന്നു പോവാൻ ശ്രമിക്കുന്ന വേളയിൽ വേലിക്കപ്പുറത്ത് ഇരുമ്പു സാധനങ്ങൾ കൊണ്ട് മെലിഫിഷന്റിനെ കൊല്ലാനായി രാജാവിന്റെ പടയാളികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളെ കണ്ടതും മെലിഫിഷന്റ് എന്ന് വിചാരിച്ച് അവളെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും അരോരയെ മയക്കി മെലിഫിഷന്റ് അവരെ എതിർക്കുന്നു. അവരുടെ ഡ്രസ്സും ആയുധങ്ങളും എല്ലാം ഇരുമ്പിൽ ചെയ്തിരിക്കുന്നതും ശ്രദ്ധിക്കുന്നു. മയങ്ങിയ അരോരയെ കാടിന് നടുവിൽ കൊണ്ട് കിടത്തുന്നു. അവൾ ഉണർന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് വളരെ സന്തോഷപ്പെടുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടതും ആ ജീവികളെല്ലാം ഭയന്ന് അവിടെ നിന്നും പോകവേ നീ ഇവിടെ ഉണ്ടെന്നറിയാം, വെളിയിൽ വാ എന്ന് അരോര പറയുന്നു. മെലിഫിഷന്റ് എനിക്ക് നിന്നെ കണ്ടാൽ ഭയമില്ല, നീ എന്നെ കണ്ടാലാണ് ഭയപ്പെടുന്നത്. ഞാൻ ഭയപ്പെടുകയില്ല, വെളിയിലോട്ട് വരുന്നു. അരോര വളരെ സന്തോഷപ്പെടുന്നു. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ എന്റെ ദേവതയാണ്. എങ്ങനെ അറിയാം? ഞാൻ ചെറുപ്പം മുതൽ എവിടെ പോയാലും നിങ്ങളുടെ നിഴലിനെ ഉണർന്നിട്ടുണ്ട്. ഈ കാക്കയെയും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ എന്തോ പറയാൻ വരുമ്പോൾ അവളെ അപ്പോൾ തന്നെ മയക്കി അവിടെ നിന്ന് അവളുടെ വീട്ടിൽ കൂട്ടിയിട്ട് പോകുന്നു. സ്റ്റീഫൻ അവളുടെ ചിറകുകൾ നോക്കി ശാപം കഴിയുമ്പോൾ മെലിഫിഷന്റ് എന്തായാലും എന്നെ തേടി വരും, അതിനു മുൻപ് ഞാൻ മുൻകരുതലുകൾ എടുക്കണം എന്ന് സ്വയം സംസാരിക്കുന്നു. അരോരയെ വീണ്ടും കാട്ടിലേക്ക് കൂട്ടിയിട്ട് വന്ന് മറ്റു ജീവികളോടൊപ്പം സന്തോഷത്തോടെ കളിക്കാൻ വിടുന്നു. മെലിഫിഷന്റിന് അരോരയുടെ മേലെ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു. അവൾ ശപിച്ച ആ ശാപത്തെ ഇല്ലാതാക്കാൻ കുറെ മന്ത്രങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. ഈ ഭൂമിയിലുള്ള ഏത് ശക്തി കൊണ്ടും ഈ ശാപത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് അവൾ പറഞ്ഞത് സ്വയം ഓർമ്മ വരുന്നു. അവിടെയുള്ള എല്ലാ ഫാരിസിനും ചിറകുകളുണ്ട്, നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു, അതൊരാൾ മോഷ്ടിച്ചിട്ട് പോയി, അത് ഏത് കളറിലാണുള്ളത്, എത്ര വലുപ്പമുണ്ടാകും എന്നൊക്കെ അരോര ചോദിക്കുമ്പോൾ സാധാരണ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും അതെന്നെ വലിക്കുന്നത് പോലെ ഉണ്ടാകും, അത്രയ്ക്കും സ്ട്രോങ്. അത് യൂസ് ചെയ്ത് ഞാൻ മേഘങ്ങൾക്ക് മുകളിൽ വരെ പറന്നിട്ടുണ്ട്. ഒരു തവണ പോലും അതെന്നെ ചതിച്ചിട്ടില്ല. ഞാൻ മുഴുവനായി അതിനെ വിശ്വസിച്ചു എന്ന് മെലിഫിഷൻ പറയുന്നു. ഇവിടെ കൊട്ടാരത്തിൽ സ്റ്റീഫൻ മെലിഫിഷൻ തന്നെ തേടിവരും എന്ന് ഭയന്ന് ഡേ ആൻഡ് നൈറ്റ് ഇരുമ്പായുധങ്ങൾ പണിയുന്നു. ഒരു നാൾ മെലിഫിഷന്റ് അരോരയെ വിളിച്ച് അടുത്തിരുത്തി ഭൂമിയിൽ ഒരുപാട് ദുഷ്ടശക്തികൾ, നീ സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, എനിക്ക് 16 വയസ്സായി, ഞാൻ എന്നെ തന്നെ നോക്കിക്കോളാം. ഞാൻ വലുതായ ശേഷം മൂസ് കാട്ടിൽ വരും, നമ്മൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ഇരിക്കാം. അരോര പറയേ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അവൾ വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെയുള്ള ഫാരിസിനോടൊപ്പം കളിക്കും, പഴങ്ങളൊക്കെ പറിച്ചു കഴിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇത് ആന്റീസിനോട് പറയണം എന്ന് പറഞ്ഞ് എങ്ങനെ ആന്റീസിനോട് സംസാരിക്കണം എന്ന് പുഴക്കരയിൽ നിന്ന് സ്വയം റിഹേഴ്സൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു രാജകുമാരൻ വന്ന് ഞാൻ സ്റ്റീഫന്റെ കൊട്ടാരത്തിലേക്ക് പോകണം, വഴിയറിയാതെ എങ്ങനെയോ ഇവിടെ എത്തി, എനിക്ക് വഴി പറയാമോ എന്ന് ചോദിച്ചതും അവളുടെ ഭംഗിയിൽ അവൻ മുഴുകി. കാട്ടിൽ ഇങ്ങനെയൊരു പെൺകുട്ടിയോ എന്ന് അതിശയിക്കുന്നു. അവൾക്കും അവനോട് ചെറിയ ഇഷ്ടം തോന്നുന്നു. തിരിച്ചു നീ പോകുമ്പോൾ ഈ വഴി തന്നെ വരുമോ എന്നവൾ ചോദിക്കേ ഇതേ വഴി തന്നെ വരും എന്നവൻ പറയുന്നു. സന്തോഷത്തോടെ ബായ് പറഞ്ഞു വിടുന്നു. ദൂരെ നിന്നും മെലിഫിഷന്റും ഡൈവാളും ഇത് കണ്ടുകൊണ്ട് നിൽക്കെ ഡൈവാൾ ഇവൻ അവളെ കിസ് ചെയ്താൽ അവളുടെ ശാപം ഇല്ലാതാകും എന്ന് പറയുമ്പോൾ മെലിഫിഷൻ ട്രൂ ലവ് എന്നത് ലോകത്തില്ല, അതുകൊണ്ടാണ് അന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ ഒരു ശാപം കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ അരോരയുടെ വിധിയിൽ അങ്ങനെ ഉണ്ടാവും. പിന്നീട് ആ 3 പേരെയും കാണിക്കുന്നു. ഒരാൾ 16ാമത്തെ പിറന്നാളിനാണ് സ്റ്റീഫൻ നമ്മളോട് കൊട്ടാരത്തിലെ വരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അടുത്തയാൾ 16ാമത്തെ പിറന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് വരാൻ
പറഞ്ഞത് എന്ന് തമ്മിൽ അടിയാകുന്നു. അവിടേക്ക് അരോര വന്ന് എനിക്ക് 16ാമത്തെ വയസ്സായി, ഞാൻ ഈ മോർസ് കാട്ടിൽ തന്നെ താമസിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്റ്റീഫൻ ആണ് നിന്റെ അച്ഛൻ, മെലിഫിഷന്റ് ആണ് നിനക്ക് ഇങ്ങനെയൊരു ശാപം തന്നത് എന്ന് അവർ തിരിച്ചു പറയുന്നു. ഇത് കേട്ടത് മോർസിലേക്ക് വന്ന് മെലിഫിഷന്റിനോട് നിങ്ങളാണോ എനിക്ക് ശാപം തന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ തുടരുത് എന്നെ എന്ന് പറഞ്ഞ് കരഞ്ഞ് അരോര അവിടെ നിന്നും പോകുന്നു. എങ്ങനെയെങ്കിലും ആ രാജകുമാരനെ കണ്ടെത്തൂ എന്ന് പറയുന്നു. അരോര കൊട്ടാരത്തിലേക്ക് വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. ആ വിവരമില്ലാത്ത 3 പേര് ഒരു ദിവസം മുൻപേ നിന്നെ കൊട്ടാരത്തിലേക്ക് അയച്ചോ, ഇവിടെ ഒരു റൂമിൽ അടച്ചിട്, മെലിഫിഷന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ 3 പേരും ഫാരിസായി മാറിയതിൽ സന്തോഷത്തോടെയും അതുപോലെ തന്നെ പേടിയോടെയും കൊട്ടാരത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു. അരോരയുടെ കൈകൾക്ക് എന്തെല്ലാമോ അസ്വസ്ഥത തോന്നുന്നു. അവളെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവിടേക്ക് അവൾ പോകുന്നു. ഇവിടെ കാട്ടിൽ മെലിഫിഷന്റ് ആ രാജകുമാരനെ മയക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശബ്ദം കേട്ട വഴിയിലേക്ക് പോയ അരോര അവിടെയുള്ള സ്പിൻ വീലിൽ തൊട്ടതും മെലിഫിഷന്റിനും എന്തോ ഫീൽ ആകുന്നു. അവിടെ തന്നെ അരോര ഉറങ്ങി താഴെ വീഴുന്നു. മെലിഫിഷന്റ് കോട്ടയ്ക്ക് മുന്നിലെത്തുന്നു. ഡയവാൾ കോട്ടയ്ക്ക് ഉള്ളിൽ ഇരുമ്പായുധങ്ങളോടൊപ്പം പടയാളികൾ എതിർക്കാൻ നിൽക്കുന്നുണ്ടാവും. ഉള്ളിൽ പോയാൽ ജീവനോട് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ ഇവിടെ വെളിയിൽ തന്നെ നിൽക്ക്, ഇത് എന്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഡയവാള് കേൾക്കാതെ കൂടെ തന്നെ പോകുന്നു. സ്റ്റീഫൻ ആ 3 പേരെയും വിളിച്ച് നിങ്ങൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞ് അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. ട്രൂ ലവ് കിസ് മൂലം ശാപം ഇല്ലാതാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ട്രൂ ലവ് എന്നത് തന്നെ ഈ ലോകത്തില്ല എന്ന് പറയുന്നു. വരുന്ന വഴി മുഴുവൻ ഇരുമ്പായുധങ്ങൾ കൊണ്ട് നിരത്തിയിരിക്കുന്നു. അതെല്ലാം മെലിഫിഷന്റ് പതുക്കെ കടന്നു വന്ന് ആ പയ്യനെ അരോരയുടെ റൂമിന് ഫ്രണ്ടിൽ കിടത്തുന്നു. അവൻ എഴുന്നേറ്റ് ഞാൻ എവിടെയാണുള്ളത് എന്ന് പറയുമ്പോൾ സ്റ്റീഫന്റെ കൊട്ടാരത്തിലാണ് എന്ന് 3 പറയുന്നു. ഞാൻ തേടി വന്ന സ്ഥലം ഇതുതന്നെയാണ്, എന്റെ അച്ഛനും ഒരു രാജാവാണ് എന്ന് പറയുമ്പോൾ ഇവൻ രാജകുമാരനാണെന്ന് മനസ്സിലാക്കി അവനെ അരോരയുടെ റൂമിലേക്ക് കൊണ്ടുവന്നതും ഇവളെന്താ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് ചോദിക്കെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനോട് അവളെ കിസ് ചെയ്യാൻ പറയുന്നു. ഞാൻ ഒരു തവണ തന്നെ അവളെ കണ്ടിട്ടുള്ളൂ, ഈ മന്ത്രം വർക്കാവുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ് കിസ് ചെയ്യുന്നു. എന്നാൽ അവൾ ഉണരുന്നില്ല. ഇതുകൊണ്ട് 3 വളരെ സങ്കടപ്പെടുന്നു. മെലിഫിഷന്റിനും വളരെ സങ്കടം. നിനക്ക് ശരിക്ക് കിസ് ചെയ്യാൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ് 3 അവനെ വെളിയിൽ കൊണ്ടുവരുന്നു. അരോരയ്ക്ക് അടുത്തു പോയി മെലിഫിഷന്റ് ഞാൻ നിനക്ക് ചെയ്തത് ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റം, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ പോകുന്നില്ല. അന്നത്തെ എന്റെ അവസ്ഥയിൽ ഞാൻ ഒരുപാട് ദേഷ്യത്തിലും പഴിവാങ്ങുന്ന സ്വഭാവത്തിലുമായിരുന്നു. നീ വന്നതിനു ശേഷമാണ് ഞാൻ കുറച്ചായി മാറിയത്. ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ മുഴുവനായും നഷ്ടപ്പെടുത്തിയതുപോലെ ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ നിനക്ക് ഒരു ആപത്തും വരാൻ സമ്മതിക്കില്ല. നിന്റെ പഴയ ചിരിച്ച മുഖം ഞാൻ വീണ്ടെടുക്കും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവളെ കിസ് ചെയ്ത് അവിടുന്ന് പോവാനായി നിൽക്കുമ്പോൾ കണ്ണു തുറന്ന് അരോര മെലിഫിഷന്റിനെ വിളിക്കുന്നു. വളരെ സന്തോഷം, യഥാർത്ഥമുള്ളവരുടെ സ്നേഹം നുണയല്ല എന്ന് ഡയവാൾ പറയുന്നു. മെലിഫിഷന്റ് കോട്ടയ്ക്കുള്ളിലാണ് എന്നുള്ള കാര്യം സ്റ്റീഫൻ അറിയുന്നു. ഇവൾ തിരിച്ചു വരുന്ന സമയം ഒരു ഇരുമ്പ് വല വെച്ച് അവളെ പിടിക്കുന്നു. വേദനയിൽ ഒരുപാട് കഷ്ടപ്പെട്ടാലും മന്ത്രം ഉപയോഗിച്ച് ഡയവാളിനെ ഒരു ഡ്രാഗണായി മാറ്റുന്നു. അവിടുത്തെ യുദ്ധം കണ്ട് പേടിച്ച അരോര വേഗത്തിൽ മറ്റൊരു റൂമിൽ പോയി ഒളിക്കവേ അവിടെ മെലിഫിഷന്റെ ചിറകുകൾ ഒരു കണ്ണാടി കൂടിൽ തുടിക്കുന്നത് കണ്ട് ആ കണ്ണാടി കൂടിനെ തട്ടിവിട്ടതും അത് തനിയെ മെലിഫിഷന്റെ ശരീരത്തിൽ പോയി പഴയ ചിറകുകളായി മാറുന്നു. വലിയ യുദ്ധം തന്നെ നടക്കുന്നു അവിടെ. സ്റ്റീഫനെ കൊല്ലാനായി മെലിഫിഷൻ പോകവേ എന്നാലും അവൾക്കത് കഴിയുന്നില്ല. എല്ലാം ഇതോടെ തീർന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ സ്റ്റീഫൻ വിടുന്നില്ല. വീണ്ടും അവളെ കൊല്ലാനായി വരുമ്പോൾ മുകളിൽ നിന്ന് താഴെ തന്നെ വീണ് സ്റ്റീഫൻ അവിടെ തന്നെ മരിക്കുന്നു. എല്ലാം കഴിഞ്ഞതിനു ശേഷം ആ മാജിക് വേലി മെലിഫിഷന്റ് റിമൂവ് ചെയ്തതും പഴയ പോലെ മോഴ്സ് കാർഡ് ഭംഗിയായി മാറുന്നു. അരോരയെ മോഴ്സ് കാർഡിന്റെ പുതിയ റാണിയായി നിയമിക്കുന്നു. അവിടെ എല്ലാവരും അരോരയെ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് വിളിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 2 കിങ്ഡമും ഒന്നായത് ഹീറോ കാരണമോ വില്ലൻ കാരണമോ അല്ല, രണ്ടും ചേർന്ന മെലിഫിഷന്റ് കാരണം. അപ്പോൾ ഇതോടെ മൂവി അവസാനിക്കുന്നു. അടുത്ത നല്ല മൂവിയായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.